എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഞങ്ങളുടെ വിഷു ആഘോഷവും വിഷു സദ്യയും എങ്ങനെയായിരുന്നു എന്ന് കാണാം. കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കുന്ന സന്തോഷത്തിലാണ്. ഇനി വിഷു സദ്യ എങ്ങനെ റെഡിയാക്കിയെന്ന് നോക്കാം. 3 ദിവസം മുമ്പ് നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചു. ചെത്തുമാങ്ങ അച്ചാറും റെഡിയാക്കി. വിഷുവിനുള്ള അച്ചാർ രണ്ടും റെഡിയായി. വിഷു തലേന്ന് പുളിയിഞ്ചിക്കറി 2-3 വർഷം പഴക്കമുള്ള വാളംപുളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ലൊരു കളറാണ്. പുളിയിഞ്ചിക്കറി റെഡിയായി. പുളിയിഞ്ചിക്കറി മാമ്പഴ കുറുക്ക് കളനും തലേദിവസം തന്നെ റെഡിയാക്കി. നല്ല മാമ്പഴവും കട്ടത്തൈരും ഉടച്ച് തേങ്ങ അരച്ച് കുറുക്ക് കളൻ റെഡിയായി. ഇനി വിഷുവിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സാമ്പാർ റെഡിയാക്കി. സാമ്പാറും അവിയലൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി. അവിയലും ചട്ടിയിൽ വെന്ത് കഴിഞ്ഞു. ഇനി ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്താൽ മതി. അപ്പോൾ സാമ്പാറും അവിയലും റെഡിയായി. ഇനി ഒരു മെഴുക്ക് പുരട്ടിയാണ്. കായയും ചേനയും, ഏത്തക്കായും ചേനയും കൂടിയിട്ടൊരു മെഴുക്ക് പുരട്ടി. നല്ലൊരു ടേസ്റ്റാണ് മെഴുക്ക് പുരട്ടി. ഇനി ബീൻസ് തോരനും റെഡിയായി. സദ്യകളിൽ പ്രധാനമായ പായസം റെഡിയായി. സൂചി ഗോതമ്പ് പായസമാണ് ഞാനിവിടെ റെഡിയാക്കിയത്. ചെറിയൊരു സദ്യവട്ടം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഊണ് വിളമ്പാം. ഇലയിൽ പപ്പടം, പഴം, ഉപ്പേരി സഹിതം കറികളെല്ലാം വിളമ്പി. അവിയൽ, തോരൻ, കാളൻ, ഇഞ്ചിക്കറി, മെഴുക്കുവരട്ടി എല്ലാം വിളമ്പി. ഇനി ചോറും വിളമ്പി. നെയ്യും വിളമ്പി. നെയ്യും പരിപ്പും പപ്പടവും കൂടെ ആദ്യം കഴിക്കും. അതിനുശേഷം സാമ്പാർ, അവിയൽ, മറ്റ് കറികളൊക്കെ കൂട്ടി നമ്മൾ ഊണ് കഴിക്കും. എല്ലാ കറികളും വിളമ്പി കഴിഞ്ഞു. എല്ലാവർക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം ഞാനും ഇരിക്കാം. സദ്യ കഴിഞ്ഞു. ഇതുവരെ ചെയ്തതൊന്നും അല്ലാട്ടോ പണി. ഇനിയാണ് പണികൾ കിടക്കുന്നത്. ചട്ടി, കലം, പാത്രം, കുക്കർ എല്ലാം വൃത്തിയാക്കി വെക്കണം. പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. രാത്രിയായി. കുറച്ചുകൂടെ പടക്കം പൊട്ടിച്ചു. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഈ തവണത്തെ വിഷു അങ്ങനെ അവസാനിച്ചു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ.